ഈ സൈഡ് എഫക്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ മോഡേൺ മെഡിസിനിൽ പറയും നമ്മൾ എഫക്റ്റ് ഉള്ള ഒരു കാര്യത്തിന് മാത്രമേ സൈഡ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെല്ലാം ഈ സൈഡ് എഫക്റ്റ് എല്ലാം നമ്മൾ വളരെ പഠനത്തിന് വിധേയമാക്കി ക്വാണ്ടിഫൈ ചെയ്തിട്ടാണ് അതൊരു മരുന്ന് കഴിക്കുന്ന മരുന്നായിരുന്നാലും ഇതുപോലുള്ള ചികിത്സാ രീതി ആയിരുന്നാലും നമ്മൾ മോഡേൺ മെഡിസിനിൽ എപ്പോഴും നൽകുന്നത്. ഇതിലൊരു പ്രശ്നം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അന്തരീക്ഷ മർദ്ദത്തിൽ വരുന്ന ഒരു വ്യതിയാനമാണ്. അപ്പോൾ നമ്മൾ സീ ലെവൽ പ്രഷറിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കടലടിയിലോട്ട് പോകുമ്പോഴുള്ള ഒരു പ്രതിഭാസമാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അപ്പം പ്രഷർ കൂടും. നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, വിമാനം മുകളിലോട്ട് പോകുമ്പോഴും മുകളിലോട്ട് നിന്ന് താഴോട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പം ചെവിയിലൊരു വേദനയോ അല്ലെങ്കിൽ ഒരു ബസ് ഫീലിങ്ങോ അങ്ങ് വരുന്നത്. അതുമാത്രമാണ് ഇതിൽ ഒരു സൈഡ് എഫക്റ്റ്. അതായത് നമ്മൾ അതിനെ ടെക്നിക്കലി ബാരോട്രോമ എന്ന് പറയും. അതായത് മർദ്ദ വ്യത്യാസത്തിൽ വരുന്നത് കൊണ്ട് നമ്മുടെ കർണപടലങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സൈനസിനോ വരുന്ന ഒരു പെയിൻ. പിന്നെ നമുക്ക് വേറെ മെജോറിറ്റി ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ചില പഠനങ്ങൾ പറയുന്നത് ഈ മയോപ്പിയുള്ള ആൾക്കാരിൽ അവരുടെ കണ്ണിൻ്റെ പവറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ ചികിത്സ നിർത്തി 3 മാസം കഴിയുമ്പോൾ തിരിച്ച് അവരുടെ ബേസ് ലൈൻ ലെവലിലോട്ട് പോകുമെന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു പെർമനൻറ്റ് ഡാമേജ് ഇല്ല. പിന്നെ ഓക്സിജൻ ടോക്സിസിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ അമൃതം അധികമായ വിഷം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഒരുപാട് കൊടുത്താൽ ഓക്സിജൻ നമ്മുടെ ചില കോശങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കും.